ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 47ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദശകത്തെ ഭംഗിയായി ഭഗവാന്റെ കാൽക്കലിൽ സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വിഘ്നേശ്വരനെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നിൻ. ഓം ജനകായ നമ. ഓം ജനയിത്രേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. ഇപ്പോൾ നമ്മൾ നാരായണീയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ആ ബാലലീലകളാണ് അല്ലേ. അതിൽ വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഉലൂഖലബന്ധനം എന്ന് പറയുന്ന കഥയാണ് 47ാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂർ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ കഥാസന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം യശോദ ആ തൈര് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അപ്പോൾ അടുക്കളയിൽ എവിടെയോ പണി ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഓടി വന്നിട്ട് ആ അമ്മയുടെ പാല് കുടിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാ. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിനെ അവിടെ നിർത്തൂ എന്നുള്ള ഭാവത്തിൽ അത് മുടക്കിയും കൊണ്ട് ഭഗവാൻ ആ അമ്മയുടെ ആ മുലപ്പാല് കുടിച്ചും കൊണ്ട് അവിടെ ആസ്വദിച്ചിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭഗവാന് ആ തൃപ്തി ആയി എന്ന് വരണ ആവാനായി എന്നുള്ള ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് യശോദയ്ക്ക് ഓർമ്മ വന്നത്, അവിടെ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ചു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഭഗവാനെ മാറ്റി നിർത്തിയും കൊണ്ട് വേഗം ഓടിച്ചെന്ന് ആ പാല് അവിടെ ആ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ചെന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോയ സമയത്ത് താൻ അവിടെ ആ അമ്മയുടെ പാല് കുടിച്ചുകൊണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് തനിക്ക് തൃപ്തി മുഴുവനായിട്ടില്ല. ആ സന്ദർഭത്തിൽ പെട്ടെന്ന് അങ്ങനെ തന്നെ മാറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ഭഗവാന് ക്രോധം വന്നു എന്നാണ്. ഭഗവാന് ക്രോധം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന് നിർഗുണ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാന് ശരിക്കും ക്രോധമെന്നോ സന്തോഷമെന്നോ ദുഃഖമെന്നോ ഭീതിയെന്നോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ആ സന്ദർഭോചിതമായിട്ട് ഭഗവാൻ എല്ലാവിധ ഭാവങ്ങളും അവിടെ മാറി മാറി കാണിക്കുന്നുണ്ടെന്നാണ്. ഇവിടെ ഇപ്പോൾ അതാ ക്രോധാണെങ്കിൽ ഇനി കുറച്ച് ശ്ലോകങ്ങൾ ചെന്നാൽ നമുക്ക് കാണാം, പേടിച്ച് വരണ്ട് നിൽക്കണ ആ ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ കുചേലവൃത്തം പറയുന്ന സമയത്ത് പറയാറുണ്ട് അല്ലേ, ആ തൻ്റെ മിത്രത്തിനെ കുറിച്ച് ചിന്തിച്ചും കൊണ്ട് ഒരു നിമിഷം ഭഗവാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയോ എന്ന് പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഭഗവാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവങ്ങളോ ഈ വികാരങ്ങളോ ഒന്നും ബാധകമല്ല. എന്നാലും മനുഷ്യനായി ജനിച്ചും കൊണ്ട് എല്ലാ ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ ആ എല്ലാ ഭാവങ്ങളും ആടിയും കൊണ്ട് ഏറ്റവും മികച്ച നടൻ എന്നുള്ള രീതിയിൽ അവിടെ ഭംഗിയായിട്ട് തൻ്റെ ആ റോള് അവിടെ ഭംഗിയായിട്ട് ആടണു എന്ന് വേണം പറയാൻ. എന്തായാലും ക്രോധം വന്നു എന്ന് കാണിച്ചും കൊണ്ട്, ക്രോധം അഭിനയിച്ചും കൊണ്ട് ഭഗവാൻ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, ദേഷ്യം വന്നിട്ട് ആ കടകോല്, അവിടെ ഒരു കടകോല് കണ്ടു എന്നാ, ആ കടകോല് എടുത്തും കൊണ്ട് ആ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാലല്ല ക്ഷമിക്കണം, ആ തൈരുണ്ടല്ലോ, തൈരുകലൊക്കെ
അവിടെ ഉടച്ചു എന്നാണ് പറയുന്നത് ഈ കടകോലുകൊണ്ട്. ഇവിടെ ഈ ഒരു ശ്ലോകം പറയുന്ന സമയത്ത് വളരെ പ്രസിദ്ധമായിട്ട് നമുക്കൊരു ഉപകഥ കേട്ടിട്ടുണ്ട്. മേൽപ്പത്തൂരിനോട് ഭഗവാൻ സംവദിച്ചിരുന്നു എന്നാണ് അത്രേ പറയുന്നത്. നാരായണീയത്തിന്റെ രചനയുടെ സമയത്തുടനീളമായിട്ട് പല സന്ദർഭത്തില് മേൽപ്പത്തൂരുമായിട്ട് ഭഗവാൻ സംവദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകം ആ മേൽപ്പത്തൂര് ഉച്ചരിച്ച സമയത്ത് മേൽപ്പത്തൂര് പറഞ്ഞു കൊടുക്കും അനുജനാണ് ഈ ശ്ലോകങ്ങൾ എഴുതിയിരുന്നത്. കാരണം അദ്ദേഹത്തിന് വാതരോഗമായത് കാരണം അദ്ദേഹത്തിന് തന്നെ രചിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ മേൽപ്പത്തൂര് ഈ ശ്ലോകം അങ്ങോട്ട് ഉച്ചരിച്ച സമയത്ത് അവിടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്നാ ഭഗവാന്റെ അരുളപ്പാടുണ്ടായി എന്നാണ്. ഭാഗവതത്തില് ഈ ഭാഗവതത്തിന്റെ സംഗ്രഹമായിട്ടാണല്ലോ നാരായണി എഴുതിയിട്ടുള്ളത്. ഭാഗവതത്തില് ശരിക്കും അമ്മിക്കുഴവി എന്നാണ് ഇത്ര പറഞ്ഞിട്ടുള്ളത് വ്യാസൻ. പക്ഷേ കടകോൽ അവിടെ ഉണ്ടായിരുന്ന കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല പട്ടേരി എന്നാണ് പറയണത്. ഭഗവാൻ അവിടെ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും ഭാഗവതത്തില് വ്യാസൻ പറഞ്ഞ പോലെ അമ്മിക്കുഴവി കൊണ്ട് തന്നെയാണ് ഞാൻ തൈരുകലം ഉടച്ചത്, പക്ഷേ ഒന്നും കൂടി എളുപ്പം കടകോലായിരുന്നു എന്ന് മേൽപ്പത്തൂരിന്റെ പ്രയോഗം കേട്ടപ്പോൾ ഭഗവാന് തോന്നിയെന്നാ. അപ്പൊ അത് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല പട്ടേരി എന്നുള്ള രീതിയിൽ ഭഗവാൻ പറഞ്ഞു എന്ന് പറയണു. എന്തായാലും അങ്ങനെ ആ തൈരുകലം ഉടച്ചു ദേഷ്യം വന്നുകൊണ്ട്. ഈ ശബ്ദം കേട്ടിട്ടാണ് യശോദ ഓടി വരുന്നത്. യശോദ ഓടി വന്നപ്പോൾ എന്താ മേൽപ്പത്തൂരിന്റെ ഭംഗിയായിട്ടുള്ള ഒരു പ്രയോഗം, ഭഗവാന്റെ യശസ് എങ്ങനെയാണോ ഈ ലോകത്തിൽ ആകെ പടർന്നു കിടക്കുന്നത് അതേപോലെ ആ തൈരുകലത്തിലുള്ള തൈരൊക്കെ ആ നിലത്ത് പടർന്നു കിടക്കുന്നത് കണ്ടു എന്നാ. അപ്പൊ എല്ലാം നശിപ്പിച്ചു എന്നർത്ഥം ദേഷ്യം വന്നിട്ട് വികൃതി കാണിച്ചുകൊണ്ട്. ഇതങ്ങോട്ട് കണ്ടപ്പോ യശോദയ്ക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. ഈ വികൃതി കാരണം അപ്പൊ ഗോപികമാര് യശോദയുടെ അടുത്ത് വന്നിട്ട് പരിഭവം പറയാറുണ്ട്, വെണ്ണ കക്കണു പാല് കക്കണു എന്നൊക്കെ. അതൊക്കെ കേൾക്കണ സമയത്തും ആ ഉണ്ണിയല്ലേ, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവര് ഭോഷ്ക്ക് പറയാവും എന്നൊക്കെ ഉള്ള രീതിയിൽ ആ പുത്രവാത്സല്യം കൊണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ വികൃതിയും തുടങ്ങിയിരിക്കണു, സാധനങ്ങൾ നശിപ്പിക്കാനും തുടങ്ങിയിരിക്കണു. അപ്പൊ അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തില് അമ്മതാ ആ ഭഗവാനെ തെരഞ്ഞു നടക്കുകയാണെന്നാ. ഈ തൈരുകലം ഉടച്ചിട്ട് എവിടേക്കോ ഓടിപ്പോയിരുന്നു, അവിടെ സ്ഥലത്തില്ല. അപ്പൊ അങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയുന്നുണ്ട് മഹർഷീശ്വരന്മാര് ആ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ തെരഞ്ഞു നടക്കണ ആ ഭഗവാനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് യശോദയുടെ കൺമുൻപിൽ കണ്ടുന്നാ. എങ്ങനെയുള്ള രൂപത്തിലാ കണ്ടത്? ഒരു ഒരലിന്റെ മുകളിലിരുന്നിട്ട് അതിന്റെ ആ കുഴീന്റെ ഉള്ളിൽ ഈ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് വെണ്ണയൊക്കെ എടുത്തു വെച്ചിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? പൂച്ചക്കുട്ടികൾക്ക് ഓരോരുത്തർക്കായിട്ട് വിതരണം ചെയ്യാത്ര, പ്രസാദ വിതരണമാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രൂപത്തിൽ യശോദയ്ക്ക് അവിടെ കാണാൻ സാധിച്ചു. മേൽപ്പത്തൂര് വീണ്ടും പറയുന്നു, എത്ര ബുദ്ധിമുട്ടിയിട്ട് തപസ് ചെയ്ത് അല്ലെങ്കിൽ വേദങ്ങൾ പഠിച്ച് ജ്ഞാനം ആർജിച്ചിട്ടൊക്കെ എന്നിട്ട് പോലും ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കണില്ല മഹർഷീശ്വരന്മാര് പോലെയുള്ള മഹാന്മാർക്ക്. പക്ഷേ ഇവിടെ സുഹൃതിനിയായിട്ടുള്ള യശോദാദേവിക്ക് അതും ഇത്രയും ഓമനത്തുള്ള ഒരു സ്വരൂപത്തില് ആ ഭഗവാനെ കാണാൻ സാധിച്ചു എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ ആ യശോദയുടെ ഭാഗ്യം എവിടെ ഇരിക്കട്ടെ. എന്തായാലും യശോദ വളരെ ക്രോധത്തോടു കൂടി വന്നിട്ട് ആ ഭഗവാനെ പിടിച്ചുകൊണ്ടുപോയി എന്നാ. അപ്പൊ ഈ വികൃതി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അല്ലെ. അപ്പൊ ആ അർത്ഥത്തില് കുറച്ചു നേരം നീ നിന്നെ കെട്ടിടാൻ പോവുക, കാരണം നിന്റെ വികൃതി കാരണം എനിക്ക് സ്വൈര്യമായിട്ട് എന്റെ ഗൃഹകൃത്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ കുറച്ചു നേരം നിന്നെ കെട്ടിടാൻ പോവുക എന്നുള്ള ഭാവത്തില് അവിടെ ആ യശോദ ആ ഭഗവാനെ കെട്ടിടാൻ നോക്കുകയാണെന്നാ പറയണേ. നോക്കൂ, ഈ ലോകത്തിനെ മുഴുവൻ പരിപാലിക്കണ ഭഗവാനാണ്, ഈ സൃഷ്ടിയെ മുഴുവൻ പരിപാലിക്കണ ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെയാണ് യശോദാദേവി ഇവിടെ കെട്ടിയിടാൻ ഭാവിക്കുന്നത്. എന്തായാലും ആ സജ്ജനങ്ങളെല്ലാവരും ബന്ധുവായിട്ട് കിട്ടണേന്ന് ആഗ്രഹിക്കണ ആ ഭഗവാനെ ബന്ധിപ്പിക്കാനുള്ള ഭാവത്തില് യശോദാദേവി ആ ഉരലിന്റെ മുകളിൽ കെട്ടിയിടാൻ നോക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? സാധിക്കണില്ല. മുൻപ് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ആ എത്ര കയറുകൊണ്ട് കെട്ടിയാലും ശരി 2 വിരൽ നീളം കുറയാണെന്ന് ആ ഭഗവാനെ കെട്ടാൻ സാധിക്കണില്ല. അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള ഭാവത്തില് വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവിടെ സഖിമാരൊക്കെ നിൽക്കുന്നുണ്ട്. സഖിമാരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഭഗവാനാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ആ പേടിച്ച് വരണ്ടും കൊണ്ടുള്ള ഒരു ഭാവം ആ മുഖത്ത് പിടിച്ചും കൊണ്ട് അമ്മ എന്നെ കെട്ടിയിടാൻ പോവാണ്, അമ്മ എന്നെ ശിക്ഷിക്കാൻ പോവാണ് എന്നുള്ള ഭാവത്തില് ആ പേടിയൊക്കെ കാണിച്ചും കൊണ്ട് ഭഗവാൻ അവിടെ നിൽക്കണു. സുന്ദരമായിട്ടുള്ള ഒരു സ്വരൂപം തന്നെ അല്ലെ. ഭഗവാനെ പേടിച്ചും കൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ ദുർലഭ. ഇവിടെ യശോദയുടെ മുൻപിൽ അങ്ങനെ കാണിച്ചു തരുന്നു. അപ്പോൾ ഭക്തന്മാരുടെ മുൻപിൽ ഏത് ഭാവത്തിൽ വേണമെങ്കിലും ഭഗവാൻ നിന്ന് തരുന്ന അർത്ഥം. ഇതേ ഭാവമാണ് ആ കുന്തിസ്തുതിയില്, ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ കുന്തിസ്തുതിയില് വളരെ ഭംഗിയായിട്ട് കുന്തി അവിടെ സ്തുതിക്കുന്ന സമയത്ത് ഈ ഒരു ഭാവത്തിലുള്ള ഭഗവാനെയാണ് വർണ്ണിക്കുന്നത്, സ്തുതിക്കുന്നത്. അപ്പോ ഇങ്ങനെ പേടിച്ച് വരണ്ട് നിൽക്കണ ഉണ്ണിയെ കെട്ടാൻ നോക്കുകയാണ്. സഖിമാരായിട്ടുള്ള ഗോപികമാരൊക്കെ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ 2 വിരൽ നീളം കുറവാ, കെട്ടിയിടാൻ പറ്റണില്ല.
ഇങ്ങനെ ആ ശ്രമിക്കണ സമയത്തൊക്കെ കെട്ടിയിടാൻ പറ്റണില്ല എന്ന് മാത്രമല്ല, അമ്മ തളരുന്നുണ്ട്, ആ കണ്ടു നിൽക്കണവർക്കൊക്കെ ഒരു പരിഹാസഭാവം വരുന്നുണ്ട്. ഒക്കെ കൂടി ആയപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് അറിയാണ്ട് അമ്മ വിഷമത്തിലാണ് എന്ന് കണ്ട സമയത്ത്, നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞ പോലെ മനസ്സിൻ്റെ ഉള്ളിൽ ആ തനിക്ക് പറ്റുന്നുള്ള ഭാവം മാറി യശോദ തനിക്ക് പറ്റണേ എന്നുള്ള ഒരു ഭാവത്തിലൂടെ പ്രാർത്ഥിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഭഗവാനോട് തന്നെ അത് ആഗ്രഹിക്കുക എന്നുള്ള ഭാവം വന്നപ്പോൾ ഭഗവാൻ ഇതാ പറയണു, നിത്യമുക്തനാണെന്ന് പറയുന്നുണ്ട് മേൽപ്പത്തൂര്. എന്താ പറയണേ? ഭഗവാനെ ഒരിക്കലും ബന്ധിക്കാൻ സാധിക്കില്ല, നിത്യമുക്തനായിട്ടുള്ള സ്വരൂപമാണ്. പക്ഷേ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഇനി ഞാൻ കെട്ടിയിട്ടിട്ടുള്ള ആളായിട്ട് നിൽക്കണോ, ബന്ധനസ്ഥനായിട്ട് നിൽക്കണോ, ശരി അതും ചെയ്യാന്നുള്ള മട്ടിൽ ഭഗവാൻ അവിടെ സമ്മതം പ്രകടിപ്പിക്കുകയാണ്. ഭഗവാൻ മനസാ സമ്മതം പ്രകടിപ്പിച്ചപ്പോൾ ആ ആദ്യം എടുത്ത കയറന്നെ ആദ്യം പറഞ്ഞ പോലെ കെട്ടിയിടാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ യശോദാദേവി ഭഗവാനെ കെട്ടിയിടുന്നു. അങ്ങനെ കെട്ടിയിട്ടപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കിടക്കുക എന്നുള്ള ഭാവത്തിൽ, നിന്റെ വികൃതിയൊക്കെ ഒന്ന് മാറട്ടെ എന്നുള്ള ഭാവത്തിൽ ആ അമ്മ എന്നുള്ള ആ ഒരു അമ്മയുടെ ഒരു ക്രോധത്തോടു കൂടി, അമ്മയുടെ ആ ഒരു വാത്സല്യം നിറഞ്ഞ ക്രോധത്തോടു കൂടി അങ്ങനെ പറഞ്ഞ് യശോദാദേവി തിരിച്ച് ഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ആ പോയ സമയത്ത് എന്താ ഭഗവാൻ ചെയ്ത? ഭഗവാന്റെ വികൃതി എപ്പോഴും മാറിയിട്ടില്ല എന്നാ. ആ തന്നെ കെട്ടിയിട്ടുള്ള ഒരലിൻ്റെ തന്നെ കുഴീൻ്റെ ഉള്ളിൽ നേരത്തെ വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ വെണ്ണയൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങിയെന്നാ. ഇത് മേൽപ്പത്തൂരിൻ്റെ ആ സങ്കല്പമാണ് കേട്ടോ, മേൽപ്പത്തൂരിൻ്റെ ഭാവനയിൽ കാണുന്ന ആ ഒരു സംഭവമാണ്. ഭാഗവതത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആരൊക്കെ? ഗോപികമാര് മാത്രമൊന്നുമല്ല ഇതിൻ്റെ ആ സാക്ഷികളായിട്ടുള്ളത്. ആ 14 ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും വന്നിട്ട് ഈ അത്ഭുത ദൃശ്യം കാണാൻ നിൽക്കുന്നുണ്ടെന്നാ. ദേവന്മാരുണ്ട്, ബ്രഹ്മാവുണ്ട്, മറ്റുള്ള ആൾക്കാരെല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്, മഹർഷീശ്വരന്മാരുണ്ട്, നാരദ മഹർഷിയുണ്ട്, എല്ലാവരും വന്ന് കണ്ടു നിൽക്കേ. ഇത്രയും അത്യത്ഭുതകരമായിട്ടുള്ള ഒരു ലീല അല്ലെ. ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കണ ഒരേ ഒരു പുണ്യാത്മാവ് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലല്ലേ. അതിന് ഒരാൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത് ആ യശോദാദേവിയാണ്. ആ യശോദാദേവിയെ മനസ്സാ നമസ്കരിച്ചും കൊണ്ട് നിൽക്കുകയാണ് ഈ ആൾക്കാരെല്ലാവരും. അങ്ങനെ നിൽക്കെ ആ ദേവന്മാരിവിടെ അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് മേൽപ്പത്തൂര് പറയുന്നു. ഒരാളുടെയും അപാശന്മാർക്ക് മാത്രമേ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടും പാശം കയ്യിലുള്ള യശോദാദേവിയുടെ മുൻപിൽ നീ മുട്ടുകുത്തിയല്ലോ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ അവിടെ ആ പരാജയപ്പെട്ട് നിന്നുവല്ലോ ഗുരുവായൂരപ്പ, ഇതെന്താ അത്ഭുതം എന്നുള്ള ഭാവത്തിൽ. അപാശന്മാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആശയില്ലാത്ത ആൾക്കാരെന്നാണ് അത്രേ. അതായത് ഒരു ആഗ്രഹവും ഇല്ലാതെ വിഷയവൈരാഗ്യം വന്നിട്ടുള്ള ആൾക്കാർ, സകലത്തിലും വൈരാഗ്യം വന്ന് മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ഇവിടെ ഈ യശോദാദേവി, സാധാരണ ഒരു സ്ത്രീ ആയിട്ടുള്ള യശോദാദേവിയിലെ ഈ പറയുന്ന അറിവോ ജ്ഞാനോ ഒന്നും ഇല്ലാത്ത യശോദാദേവി, അങ്ങനെയുള്ള യശോദാദേവിയുടെ മുൻപിൽ ഭഗവാൻ മുട്ടുകുത്തിയെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അത് അമ്മയുടെ വാത്സല്യമാണ്, സ്നേഹമാണ്. സ്നേഹം, ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അതുതന്നെയാണ് ഭക്തി. ആ ഭക്തിയുടെ മുൻപിൽ മാത്രമേ ഭഗവാൻ പരാജിതനാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു തത്വം ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട് ഉലൂഖല ബന്ധനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥയിൽ. അപ്പോൾ ഈ കഥയും അതെ, ഇത്ര ഭംഗിയുള്ള ഒരു കഥ ഇനി ഇല്ല. ഭാഗവതത്തിലായാലും അതെ, വേറെയുള്ള പുരാണങ്ങളിൽ എവിടെ തിരഞ്ഞു നോക്കിയാലും ശരി, ഭഗവാന്റെ ആ ഭക്തിയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ ഭക്തരുടെ മാഹാത്മ്യം എടുത്തു കാണിക്കുന്ന ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു കഥ ഇനി വേറെ ഇല്ല. എത്ര തവണ പറഞ്ഞാലും ഭക്തന്മാർക്ക് മടുക്കാത്തൊരു കഥയാണ് താനും. കാരണം ഭഗവാന്റെ ആ വികൃതിയും ആ ബാലലീല മുഴുവൻ എടുത്തു കാണിക്കുന്ന ഒരു കഥയാണ് ഈ ഉലൂഖല ബന്ധനം. അപ്പോൾ ഈ കഥയും അതെ, ഈ കഥ പ്രതിപാദിക്കുന്ന ആ ദശകം നമുക്ക് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. അതിന് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഏകദാ ദധി വിമാധകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമിത്യപപിവാൻ പയോധരൗ അർദ്ധപീതകുചകുഡ്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദഹനേ പരിസൃതം ധർത്തുമാശു ജനനീ ജഗാമതേ സാമിപീതരസഭംഗസംഗത ക്രോധഭാരപരിഭൂതചേതസാ മന്ഥദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്ത ദേവദധിഭാജനം ത്വയാ ഉജ്ജലധ്വനിതമുच्चकैस्तदा സന്നിശമ്യ ജനനീ സമാദ്രുതാ
त्वद्यशो विसरवद्ददर्श सा सद्य एव दधि विस्तृतं क्षितौ वेदमार्गपरिमार्गितं रुषा त्वामवीक्ष्य परिमार्गयन्त्यसौ सन्ददर्श सुकृतिन्युलूखले दीयमाननवनीतमूतवे त्वां प्रगृह्य बत भीतिभावना भासुरानन सरोजमाशु सा रोषरूषितमुखी सखी पुरो बन्धनाय रशनामुपाददे बन्धुमिच्छति यमेव सज्जन तं भवन्तमयि बन्धुमिच्छति सा नियुज्य रशना गुणान् बहून् द्व्यङ्गुलोनमखिलं किलैक्षताम् विस्मितोत्स्मितसखी जनेक्षितां स्विन्नसन्नवपुषं निरीक्ष्यतां नित्यमुक्तवपुरप्यहो हरे बन्धमेव कृपयान्वमन्यथा स्थीयतां चिरमुलूखले खलेत्यागता भवनमेव सा यदा प्रागुलूखलबिलान्दरे तदा सर्पिरर्पितमदन्नवास्थिता यद्यपाशसुगमो विभो भवान् संयतः किमु सपाशयानया एवमादिदिविजैरभिष्टुतो वातनाथ परिपाहि मां गदात्. ഗുരുവായൂരപ്പ ശരണം.